കൊണ്ടോട്ടി നീർച്ചയ്ക്ക് കുതിരയിടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ പല ആളുകളും അയച്ചു തന്ന് എനിക്ക് കുതിര ഉള്ളത് കൊണ്ട് ഇങ്ങനെ കുതിര ഇടയുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള പല ചോദ്യങ്ങളും. ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആന ഇടയുമ്പോൾ എങ്ങനെ ഉണ്ടാകുക? ആന ഇങ്ങനെ പോയിട്ട് ഓരോരുത്തരെ ചവിട്ടി കൂട്ടി തുമ്പിക്കൈ കൊണ്ട് മറിച്ചിട്ട് വാഹനങ്ങളൊക്കെ ആക്രമിച്ച് ആളുകളെയൊക്കെ ആക്രമിച്ച് അങ്ങനെയൊക്കെയാണ് ആന ഇടയുക. എന്നാൽ കുതിര ഇടയുമോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുതിര ഇടയില്ല. കുതിര അപ്പോഴുണ്ടാകുന്ന കുതിരക്ക് എന്തെങ്കിലും ഒരു പേടി, ചിലപ്പോൾ ശിങ്കാരി മേളം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വെടിക്കെട്ട്, പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഭീകരമായൊരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് കുതിര പേടിക്കും. ട്രെയിൻഡ് അല്ലാത്ത കുതിരകൾ പേടിക്കും. എന്നാൽ ഇതൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള റാലികളിൽ, ഇങ്ങനെയുള്ള ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ കുതിരകളുണ്ട്. അങ്ങനെയുള്ള കുതിരയാണെങ്കിൽ അവിടെ നിങ്ങൾ പടക്കം പൊട്ടിച്ചാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ വിട്ടുപോയിട്ട് പടക്കങ്ങളൊക്കെ പൊട്ടിക്കുക. പെട്ടെന്നുള്ള ആ ഒരു സംഗതിയിൽ കുതിര ഒരു ചെറിയ ഒരു ഞെട്ടലുണ്ടാവും. അത് പാർക്കാലുണ്ടാവും. അപ്പോൾ മനുഷ്യർ സ്ഥിരമായി പടക്കം പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്തുനിന്ന് പ്രതീക്ഷിക്കാതെ ഒരു പടക്കം പൊട്ടിയാൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു സൗണ്ട് കേട്ടാൽ എല്ലാവരും ഒന്ന് പരിഭ്രാന്തിയാവും. ഇപ്പോൾ ഇതിലും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുതിര കുറച്ച് നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞു എന്നല്ലാതെ അതവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്തു. ഇത്രയേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഈ കയ്യിലുള്ള കടിഞ്ഞാണെങ്ങാനും ഒപ്പമുള്ള ആൾ വിട്ടാൽ ആ കുതിര നേരെ ഓടിപ്പോവും. ഓടുമ്പോൾ എന്താ ഉണ്ടാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുതിര മനഃപൂർവ്വം ഒരു വാഹനത്തിൻ്റെയോ ഒരാളുടെയോ ദേഹത്തേക്ക് കയറൂല. കുതിര വെട്ടി മാറിയിട്ടാണ് പോവുക, ഒഴിവായി പോവും പരമാവധി. പക്ഷേ വളവിലൊക്കെ വരുന്ന വാഹനങ്ങളെ ചിലപ്പോൾ കുതിര കാണുക, അല്ലെങ്കിൽ കുതിര വരുന്നത് കാണാതെ ആക്സിഡൻ്റ് ആകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതല്ലാതെ കുതിര ഇടഞ്ഞ് കുതിര ആളുകളുടെ ദേഹത്തേക്ക് കയറി മറിഞ്ഞ്, അല്ലെങ്കിൽ ആ കാലുകൊണ്ട് ആളുകളെ നിന്ന് ഉപദ്രവിച്ച്, ആന ചെയ്യുന്നത് പോലെ തുമ്പിക്കൈ കൊണ്ടൊക്കെ തന്നെ എടുത്ത് എറിഞ്ഞ് അങ്ങനെ ഒന്നും കുതിര ചെയ്യൂല. എൻ്റെ സ്റ്റേബിളിൽ ഉള്ളത് ഒരൊറ്റ കുതിര മാത്രമേ ഉള്ളൂ. ബ്ലാക്കി എന്ന് പറയുന്ന ഒരു കുതിരയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വളരെ ശാന്തനായി, ഇപ്പോൾ വിഷുവിനൊക്കെ അപ്പുറത്തുള്ള വീട്ടുകാർ പടക്കം പൊട്ടിച്ചാലോ ഒന്നും ഒരു പ്രശ്നമില്ലാതെ വളരെ നല്ല രീതിയിൽ റാലിയിലൊക്കെ പങ്കെടുപ്പിക്കാൻ പറ്റുന്നു. ഇപ്പോൾ എൻ്റെ നാട്ടിലെ നബിദിന റാലിയിലൊക്കെ കുതിരയെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ വ്യാഴാഴ്ച എനിക്ക് തോന്നുന്നു വെൽഫെയർ പാർട്ടിയുടെ ഒരു പ്രോഗ്രാം മമ്പാട് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ വിളിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ കുതിരക്ക് ലാടം കുറച്ച് കുറഞ്ഞിരിക്കുന്നു, അതിന് ഒന്നും കൂടി അടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിന് പോകാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ തന്നെ ധാരാളം കുതിരകൾ ഇങ്ങനെ വർക്ക് എടുക്കുന്ന കുതിരകളുണ്ട്. പ്രോഗ്രാമുകൾക്ക്, വലിയ കാർണിവലുകളിലൊക്കെ കുട്ടികളൊക്കെ കയറ്റി പോകാറുണ്ട്. കുതിര അങ്ങനെ അടിയൊന്നുമില്ല. അങ്ങനെ ഒരു പരിഭ്രാന്തി കുതിര കാണിക്കുമ്പോൾ എല്ലാവരും ഒന്ന് മാറി നിൽക്കുക, ഒരു കുറച്ച് അകലം പാലിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ കുതിര റേസൊക്കെ നടക്കുക, അതായത് മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്ന നല്ലോണം ഓടുന്ന കുതിരകളുണ്ട്. അങ്ങനത്തെ കുതിരകളെ നമ്മൾ എന്ത് ചെയ്യരുത്, ഈ പറയുന്ന ആഘോഷങ്ങളിൽ ഇറക്കരുത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ മൈൻഡാണ് ഏറ്റവും വേഗതയിൽ ഓടുക എന്നുള്ളത്. അതല്ലാതെ റൈഡിങ് പർപ്പസിൽ ആഘോഷങ്ങൾക്ക്, ഘോഷയാത്രകൾക്ക്, ഉത്സവങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ ട്രെയിനിങ് കൊടുത്ത, പരിശീലനം കൊടുത്ത അത്തരം കുതിരകളുണ്ട്. അവരെയാണ് ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇറക്കുക. എൻ്റെ അടുത്തുള്ള കുതിരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അനൗൺസ്മെൻറ്റ് വണ്ടിയുടെ പിറകിൽ നിന്നാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം അത് ശീലമായി കഴിഞ്ഞു. അവർക്കത് മനസ്സിലായി, ഇതിങ്ങനെ ഒരു പ്രോഗ്രാമാണ്, ഇതിങ്ങനെ പോവുക, അത് കഴിഞ്ഞാൽ നിൽക്കും എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാവും. പെട്ടെന്നുണ്ടാകുന്ന ചില ശബ്ദ കോലാഹലങ്ങൾ, ചിലപ്പോൾ ആളുകൾ വടിയെടുത്താൽ, വടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുതിര ഉറപ്പായിട്ടും ബാക്ക് കാലുകൊണ്ട് കിട്ടിയ ഗ്യാപ്പിൽ നല്ല അടിയടിക്കും. അതേപോലെ തന്നെ വാലിന് പോയി പിടിക്കുക, അങ്ങനത്തെ ചില ആളുകളുണ്ടല്ലോ, ചില ക്രൈസുകളുണ്ട്. അങ്ങനത്തെ ആളുകൾക്കൊക്കെ ചിലപ്പോൾ ചില പണിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരിക്കൽ ഞാനൊരു സംഭവം കൂടിയും പറയാം. ഒരിക്കൽ എൻ്റെ അടുത്തുള്ള ഒരു കുതിര ഒരു ബൈക്കുകാരനെ തട്ടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ബൈക്കുകാരനെ തട്ടി എന്ന് പറയുമ്പോൾ ആ ബൈക്കുകാരൻ എവിടെയായിരിക്കും ഞാൻ ആലോചിച്ചു. സത്യത്തിൽ കുതിരക്ക് 10 മീറ്റർ നീളമുള്ള കാലൊന്നുമില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ എൻ്റെ കുതിരയാണെന്ന് പറഞ്ഞപ്പോൾ ചില രാഷ്ട്രീയക്കാരുണ്ടല്ലോ, നമ്മളോട് ഭയങ്കര സ്നേഹമുള്ളതല്ലേ, അപ്പോൾ ഓല് പറഞ്ഞു യാസറിൻ്റെതാണ്, നമുക്ക് കേസാക്കണം എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ കേസാക്കിക്കോളൂ, പിന്നെ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യേണ്ട,
എനിക്ക് നിങ്ങൾക്ക് പിന്നെ ചികിത്സാ ചെലവ് തരേണ്ട, ഞാനതൊരു മാനസിക പരിഗണന വെച്ച് തരികയാണ്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് കുതിര എങ്ങനെയാണ് നിങ്ങളെ തട്ടിയത് എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, കുതിര എങ്ങനെയാണ് നിങ്ങളെ തട്ടിയത്? ബാക്ക് കാല് കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ബാക്ക് കാലിൻ്റെ അടുത്ത് പോയി നിന്നോന്ന് ചോദിച്ചു. അപ്പം മൂപ്പര് പറഞ്ഞു, ഞാൻ അങ്ങനെ വന്നുങ്ങാണ്ട് കുതിരൻ്റെ കാലിൻ്റെ അടുത്തെത്തിയപ്പോൾ കട്ട് ചെയ്തു പറഞ്ഞു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കുതിര റോട്ടിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാഹനം കൊണ്ട് അടുത്ത് പോയി നിൽക്കരുത്. കുതിരയെ സംബന്ധിച്ചിടത്തോളം കുതിരൻ്റെ ചെവി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ബാക്കിലേക്കൊക്കെ ഇങ്ങനെ തിരിയത്. അവർക്ക് ശരിക്കറിയാം അവരുടെ കാലിൻ്റെ അടുത്ത് ആ വണ്ടി എത്തിക്കഴിഞ്ഞാൽ അവർ കറക്റ്റ് ഐഡൻറ്റിഫൈ ഒരു ഒറ്റ അടിയാവും. അതോടുകൂടി ഫ്രണ്ട് ലൈറ്റിൻ്റെ സാധനങ്ങളൊക്കെ പോകും. നമ്മൾ വാഹനത്തിന് ഡിസ്റ്റൻസ് ഇട്ട് പിടിക്കുമല്ലോ, 10 മീറ്റർ അകലം അല്ലേ, ലൈസൻസ് കിട്ടുമ്പോൾ അങ്ങനെ എഴുതിങ്ങാണ്ടാണല്ലോ വാങ്ങുക. മൃഗങ്ങൾക്കും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, കുതിരകൾ എന്തിനാ റോട്ട് കൂടെ കൊണ്ടുപോകണം? കുതിര റോട്ട് കൂടെ കൊണ്ടുപോകാം, അതിന് പ്രത്യേക നിയമമൊന്നും ഇപ്പോൾ ഇല്ല. സുപ്രീം കോടതി പറഞ്ഞത് നല്ല ജനസാന്ദ്രതയുള്ള മേഖലകളിലൂടെ പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതേ നമുക്കറിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇറങ്ങിയിട്ട് കുതിരനെ കൊണ്ട് അങ്ങനെ പോയി ഒഴിഞ്ഞ സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ചില ആളുകളുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി കാറൊക്കെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരൊറ്റ ഓണടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളൊരു പശുവിൻ്റെ ബാക്കിൽ പോയിട്ട് നിന്നിട്ട് പശു തട്ടും, ആടാണെങ്കിലും തട്ടും. ഏത് മൃഗങ്ങളെ ബാക്കിൽ പോയി എന്ന് പറഞ്ഞ പോലെ കുതിരയും തട്ടും. അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു വാഹനത്തിന് 10 മീറ്റർ നമ്മൾ അകലം പാലിക്കും. എന്തിനാ? ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പോയി കുത്തും എന്ന് പറഞ്ഞതുപോലെ കുതിരക്ക് 10 മീറ്റർ കാലില്ല, ആനക്കുമില്ല. നേരെ മറിച്ച് നമ്മൾ അവിടെ ചെന്നുകൊണ്ട് വാങ്ങിയെടുക്കുന്നതാണ്. ശരിക്കും അത് നിയമപരമായി കോടതിയിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും കുതിര ചവിട്ടിയതും അയാളുടെ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ വാദി പ്രതിയാവും. കുതിരയെ ആക്രമിച്ചു അല്ലെങ്കിൽ ആ മൃഗത്തിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് കേസ് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷെ നമ്മളൊക്കെ സൂക്ഷ്മതയോട് കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. നേരെ മറിച്ച് നിയമ പോരാട്ടത്തിന് കൂടി തയ്യാറാകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുതിരയെ ശരിക്ക് ആക്രമിക്കുന്ന രീതിയാണ് ഈ വാഹനത്തിലുള്ള ആൾ എടുത്തത് എന്ന് കറക്റ്റ് പ്രൂവ് ചെയ്യാൻ കഴിയും. കാരണം ഡിസ്റ്റൻസ് ഇട്ടാൽ ഒരിക്കലും കുതിര ഫ്രണ്ട് കാലുകൊണ്ട് പോയി ആക്രമിക്കൂല, ഒരാളെ ആക്രമിക്കൂല. കുതിരയുടെ കാലിൻ്റെ ബാക്കിൽ വന്നിട്ട് വണ്ടി കൊണ്ട് ചെന്നിട്ട് അവിടെ വന്ന് ഹോൺ അടിക്കുമ്പോഴാണ് കുതിര സ്വാഭാവികമായിട്ടും ബാക്കിലെ കാലുകൊണ്ട് ഒരൊറ്റ അടി അടിക്കും. കുതിരയെ സംബന്ധിച്ചിടത്തോളം കുതിരയുടെ യജമാനൻ എവിടെ ഉണ്ട്? കുതിരപ്പുറത്തുണ്ട്. പിന്നെ വരുന്നത് കുതിരയെ ഉപദ്രവിക്കാനാണ് എന്നുള്ള ആ മൈൻഡ് കുതിരക്ക് നല്ലോണം ഉണ്ട്. അപ്പോൾ ഞാൻ സാന്ദർഭികമായി ഈ ഒരു വിഷയത്തിൽ ഉണർത്തി എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഏത് മൃഗങ്ങളെ കണ്ടാലും റോട്ടിൽ കണ്ടാലും നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അത് കാട്ടിൽ മാത്രമല്ല, നമ്മൾ നേരെ ചെന്നിട്ട് ഞങ്ങളെ റോഡാണ് എന്ന് പറയണ്ട. നേരെ മറിച്ച് മൃഗങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ഉണ്ട്, കാൽനട യാത്രക്കാർക്ക് പ്രയോറിറ്റി ഉണ്ട്. ശരിക്കും വണ്ടിയിൽ കൊണ്ടുപോകലല്ലോ മൃഗങ്ങളെ, ശരിക്കും മൃഗങ്ങളെ നടത്തി കൊണ്ടുപോകണം എന്നാണ് ശരിക്കും പറയല്. പക്ഷെ നമ്മളതൊക്കെ മറക്കണം. നമ്മൾ ലൈസൻസ് കിട്ടുന്നതോട് കൂടി നമ്മളത് മാത്രമാണ് റോഡ്. അകലം പാലിക്കുക, അത് വാഹനത്തിനാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും ഒക്കെ അകലം പാലിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ചില കുതിരകൾ കൈവിട്ടു പോയി ഓടി ഉണ്ടാകുന്ന ചില അപകടങ്ങളുണ്ട്. ഈ വളവിൽ നിന്നൊക്കെ വരുമ്പോൾ ഇടിക്കും. അതല്ലെങ്കിൽ കുതിര ഒരു വാഹനത്തെ കണ്ടാലോ ഒരു വ്യക്തിയെ കണ്ടാലോ കുതിര ഒഴിഞ്ഞു മാറിപ്പോകും. അത്രയും വലിയ കണ്ണുകളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഏതായാലും കൊണ്ടോട്ടി നീർച്ചക്കിടെ കുതിരയിടഞ്ഞുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ അയച്ചു തന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു എന്ന് മാത്രം. നിർത്തുന്നു. നന്ദി.